ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ തന്നെ ഇതാ എണീറ്റു. ചോറിന് വെള്ളം വെച്ചു. കെറ്റിലിൽ വെള്ളം ചൂടായിട്ടുണ്ട്. അരിയൊക്കെ കഴുകി ചോറ് പെട്ടെന്ന് അടുപ്പിൽ വെക്കാൻ പോകുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 10 വിസിൽ മതിയാവുമായിരിക്കും. ഞാൻ വിസിലിൻ്റെ എണ്ണൊന്നും നോക്കാറില്ല. എന്നാലും ഒരു 5-10 വിസിൽ കൊണ്ട് എനിക്ക് ചോറ് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവർ പോകാനാകുമ്പോൾ എല്ലാവരും പോകാനാകുമ്പോൾ എനിക്കത് ആവത്തുള്ളൂ. അപ്പോൾ ആരും തന്നെ പരിപാടി ചോറ് കഴുകിയിട്ട് വെള്ളം വെക്കലാണ് കേട്ടോ. കെറ്റിലിൽ വെള്ളം വെച്ച് ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വിസിലടിക്കാൻ തുടങ്ങുമല്ലോ. അപ്പോൾ അതിനാണ് ചൂടുവെള്ളം വെക്കുന്നത്. ഗ്യാസ് അത്ര നേരമല്ലേ കത്തുണ്ടു എന്ന് വിചാരിക്കും. പെട്ടെന്ന് ആയി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അങ്ങനെ ഇന്ന് മസാല ദോശയാണ്. മസാല ദോശക്ക് ഇന്നലെ അരച്ച് വെച്ചായിരുന്നു. തണുപ്പായതുകൊണ്ട് തന്നെ മാവ് അത്ര പൊളിച്ചതൊന്നുമില്ല. അപ്പോൾ മസാല ദോശയാക്കാന്നുള്ള പരിപാടി തന്നെയാണ് കേട്ടോ കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങേ ഉള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ ഒരു ക്യാരറ്റും ഒരു ബീട്രൂട്ടും കൂട്ടിയിട്ട് ഒരു തട്ടിക്കൂട്ട് മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ചെറിയൊരു തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എണീറ്റ പാടെ തന്നെ ഒരു ജാക്കറ്റൊക്കെ എടുത്തിട്ടു, കോട്ടൊക്കെ എടുത്തിട്ടു കേട്ടോ. നമ്മുടെ ടി രവിയുടെ കോട്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടുന്ന് കളിയാക്കട്ടോ. പക്ഷേ എനിക്കത്ര സെറ്റ് ഉണ്ടായാലും ജാക്കറ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനത്തെ 2 ഉണ്ട് കേട്ടോ. ആ 2 കയറിയാലേ തണുപ്പെന്നൊരു സുഖം കിട്ടത്തുള്ളൂ. ബാക്കിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെയും കാലിലോട്ടൊക്കെ തണുപ്പ് വരുന്ന പോലെ തോന്നാറുണ്ട്. അപ്പം അങ്ങനെ അതിട്ടു. കുറച്ച് കഴിയുമ്പം പിന്നെ ചൂട് വന്നു കേട്ടോ. കുറച്ച് കഴിയുമ്പോൾക്ക് കിച്ചണിൽ നിന്ന് നിൽക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചൂട് വന്നു. പിന്നെ ഞാനതങ്ങ് ഊരിക്കളഞ്ഞു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പിന്നെ ഒന്ന് മുറിച്ചിട്ട് ഒരു കുക്കറിൽ ഒരു 3-4 വിസിലടിക്കുമ്പോഴേക്ക് തന്നെ വെന്ത് കിട്ടി കേട്ടോ. പിന്നെ നമ്മുടെ സാധാരണ ഉള്ളി വഴറ്റി അതിലേക്കിട്ട് ഒരു മസാല തട്ടിക്കൂട്ട് മസാല പെട്ടെന്ന് തന്നെ റെഡിയാക്കി കേട്ടോ. അപ്പോൾ മുറിക്കുന്നതും പിന്നെ അതിലേക്ക് ഇടുന്നതും മാത്രമേ വീഡിയോ എടുക്കാൻ കിട്ടിയുള്ളൂ. പിന്നെ എന്താ പറയണ്ടേ, പിന്നെ ഒരു ഓട്ടപ്പാച്ചിലാണ്. ആദ്യം മാത്രമേ വീഡിയോയും ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ സമയം കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരു ഓട്ടപ്പാച്ചിലാണ്. ക്യാമറ എടുക്കാനും സ്റ്റാൻഡ് മാറ്റാനൊന്നും സമയം കിട്ടില്ല. സ്റ്റാൻഡ് സൈഡിലേക്കാക്കിയിട്ട് പിന്നെ ഒരു ഓട്ടപ്രദക്ഷിണമാണ് എൻ്റെത്. അപ്പോൾ ഇതാ പെട്ടെന്ന് ചമ്മന്തി അരച്ച് മസാല ആക്കി വെച്ചിട്ട് പിന്നെ വേണം എനിക്ക് ചോറിൻ്റെ പരിപാടി നോക്കാണ്ട്. ചോറിന് കറിയൊന്നുമില്ല. അപ്പോൾ ഒരു കൂമ്പിൻ്റെ ഒരു പകുതി കഷ്ണം ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ അത് ഞാൻ വൻപയറും വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നൊരു തോരൻ ഉണ്ടാക്കി തൈരും കൂട്ടി ഉച്ചക്കത്തെ ഭക്ഷണം ഉണ്ടാക്കാം എന്നുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ തേങ്ങ ചിരവിയിട്ട് ഒരു ചമ്മന്തി അരച്ചു. പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് ഒരു ചമ്മന്തി അരച്ചു. അപ്പോൾ ചമ്മന്തി അരക്കാൻ വേണ്ടി മിക്സി ഓൺ ആക്കിയതാണ്. പ്ലഗ് കുത്തിയിട്ടില്ല എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കിയത് കേസ്. അപ്പോൾ പ്ലഗും കുത്തി. പിന്നെ ചമ്മന്തി അരച്ചു. ഉള്ളി വഴറ്റാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ. ഉള്ളി വഴറ്റാൻ വെക്കുമ്പോൾ തന്നെ ഏകദേശം ചായ കുടിക്കാൻ വരാൻ സമയമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ക്യാമറ ഈ ഒരു വരെ ക്യാമറ ഇല്ല കേട്ടോ. പിന്നെ ക്യാമറയുടെ സ്റ്റാൻഡ് സൈഡിലേക്ക് മാറ്റി വെച്ച് ഞാൻ പെട്ടെന്ന് തന്നെ മസാല ഉണ്ടാക്കി. പിന്നെ നമ്മുടെ കൂമ്പൊന്നും മുറിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നലെ മഴ പിടിച്ചങ്ങനെ ഇരുന്നു. അതുകൊണ്ട് മുറിക്കാനും എടുക്കാനൊന്നും നിന്നില്ല. അപ്പോൾ അതൊക്കെ മുറിച്ച് അവർ ചായയൊക്കെ കഴിച്ചിട്ട് പോയി. എൻ്റെ മസാലയൊക്കെ റെഡിയായി. എൻ്റെ തോരൻ ഇതാ റെഡിയായി. കൂമ്പും നമ്മുടെ വൻപയറും കൂടെ തോരനുണ്ടാക്കി. അപ്പോൾ ഞാൻ ഇത് ഏട്ടന് ചൂടോടെ പാത്രത്തിൽ വിളമ്പി വെക്കുന്നുണ്ട്. അപ്പോൾ നല്ല ചൂടാകുന്നതുകൊണ്ട് ഞാൻ വിളമ്പി ഒരു 10 മിനിറ്റൊന്നും സമയം ഉണ്ടാകത്തില്ല. എന്നാലും വിളമ്പി അവർ പോകാറാകുമ്പോൾ പിന്നെ ബാഗിൽ വെക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെ തോരൻ എടുത്ത് വെച്ചു. ചോറും ഏകദേശം ഊറ്റി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറും ഒരു പാത്രത്തിലേക്കും മാറ്റുന്നുണ്ട്. അതും ഒന്ന് തണുത്ത് കിട്ടാൻ വേണ്ടി കുറച്ച് നേരം പുറത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് രണ്ടും വെച്ചു. അപ്പോഴേക്കും അവരങ്ങനെ ഡ്രസ്സൊക്കെ മാറി പോകാനിങ്ങനെ റെഡിയാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചോറ് വിളമ്പുന്നുണ്ട്. ചോറ് എപ്പോഴും വിചാരിക്കും കുറച്ച് നേരത്തെ വിളമ്പിയിട്ട് പാത്രത്തിലാക്കിയിട്ട് തണുത്തതിന് ശേഷം മൂടി വെക്കണമെന്ന്. പക്ഷേ സമയം കിട്ടാറേ ഇല്ല. അവർ ഇറങ്ങുന്ന സമയത്തായിരിക്കും എൻ്റെ ചോറ് റെഡിയാവുന്നത് കേട്ടോ. പിന്നെ തലേന്ന് രാത്രി ഉണ്ടാക്കിയ ചോറ് അങ്ങനെ എപ്പോഴെങ്കിലും അങ്ങനെ ഉണ്ടാക്കി വെക്കാറില്ല. രാവിലെ തന്നെ ഉണ്ടാക്കാറാണ് പതിവ്. തലേന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്നെങ്കിൽ അത് ഫ്രിഡ്ജിലൊന്നും വെച്ചില്ലെങ്കിൽ ചൂട് കൂടുവാണെങ്കിൽ പിന്നെ പെട്ടെന്ന് ചീത്തയായി പോവും. അതുകൊണ്ട് പിന്നെ തലേന്ന് ഉണ്ടാക്കൽ വളരെ കുറവാണ് കേട്ടോ. ഞാൻ വല്ലപ്പോഴും ഉച്ചക്ക് ചോറില്ലെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ തലേന്നത്തെ ചോറ് ഞാൻ കൊടുക്കാറുള്ളൂ കേട്ടോ. ബാക്കി എല്ലാ ദിവസവും ഇതേപോലെ വെക്കാറാണ്. അങ്ങനെ നമ്മുടെ കുത്തരിയുടെ ചോറിന് റെഡിയായി. തൈര് ഞാൻ വിളമ്പി വെച്ചു കേട്ടോ. തൈരും തോരനും മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഉച്ചക്കത്തെ സ്പെഷ്യൽ. അങ്ങനെ അച്ഛനും മക്കളൊക്കെ പോയി. ഞാൻ പുറത്തിറങ്ങി. ഇന്നലെ വൈകുന്നേരം നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. ഇതാ ഒരു ചെമ്പരത്തി ഇങ്ങനെ വിരിയണോ വേണ്ടിയോ എന്ന് പറഞ്ഞിട്ട് നാളെ വിരിയത്തില്ലെന്നറിയില്ല. എന്താണെന്നല്ല പകുതിക്ക് നിൽക്കുവാണ് കേട്ടോ ആ ചെമ്പരത്തിൻ്റെ പൂവ്. പിന്നെ നമ്മുടെ സ്വന്തം ചെട്ടിപ്പൂവ് നല്ല വിരിഞ്ഞ് നല്ല സുന്ദരിയായി നിൽക്കുന്നുണ്ട്. രാവിലെ തന്നെ ഇന്നലത്തെ ആ ഒരു മഴത്തുള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ആ ഒരു മഴത്തുള്ളിയൊക്കെ കാണാൻ. പിന്നെ പുറത്തേക്ക് ഇറങ്ങി. സൂര്യനൊന്ന് ഉദിച്ച് വരുന്നുണ്ട്. രാവിലെ തന്നെ ഈ ഒരു കാഴ്ച നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അവർ പോയതിന് ശേഷം ഞാൻ ഗേറ്റൊക്കെ അടിച്ചൊന്ന് പുറത്തേക്ക് ഇറങ്ങി നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഈ പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ദോശ ചുട്ടെടുത്തോട്ടോ. ദോശയും ചമ്മന്തിയാണ് ഞാൻ കഴിച്ചത്. മസാലയൊന്നും ഇടാതെ മസാല ദോശ ഞാൻ കഴിച്ചില്ല.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ നമുക്ക് നാളെ കാണാം. ബൈ, സീ യു.